ഫ്രണ്ട്സ് വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ 10th പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം മറ്റന്നാൾ നടക്കുകയാണ്. ഒരു ദിവസം കൂടിയുള്ളൂ. ഇനി ബാക്കി എല്ലാവരും എന്താണ് ആ ഒരു ഏറ്റവും പ്രാധാന്യമുള്ളതും ഇതുവരെ എന്തെങ്കിലുമൊക്കെ നോക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലൊക്കെ വെച്ചിട്ട് എല്ലാവരും ഓടിപ്പടഞ്ഞ് നോക്കുമായിരിക്കും അല്ലേ. എനിവേസ് എല്ലാവരും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. ഫസ്റ്റ് സ്റ്റേജ് എഴുതാൻ പോകുന്നവർ റിലാക്സ്ഡ് ആയിട്ട് കാമായിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നമ്മൾ ഓവറായിട്ട് ടെൻഷൻ അടിക്കും തോറും നമുക്ക് തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ടെൻഷനൊന്നും ഇല്ലാതെ മാക്സിമം നല്ല രീതിയിൽ തന്നെ ആലോചിച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് വായിച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ സയൻസിൻ്റെ ആണ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ആവശ്യമുള്ളതിൻ്റെയൊക്കെ റിലേറ്റഡ് ഫാക്ട്സും ഞാൻ പറഞ്ഞു പോകുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. ചോദ്യം, മനുഷ്യ ശരീരത്തിൽ പുതുതായി കണ്ടെത്തിയ കോശത്തിന്റെ ആകൃതി ഏത്? ഓപ്ഷൻസ് സ്പിൻഡിൽ, ഹെലിക്കൽ, സ്പൈറൽ, സ്ക്യൂട്ടോയിഡ്. അപ്പോൾ ഇതെല്ലാം സ്ക്യൂട്ടോയിഡ് ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, കണ്ണുനീരിൽ കാണുന്ന ലോഹം. ഇത് മുൻപ് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ണുനീരിൽ കാണുന്ന ലോഹം ഏതാണ് എന്നുള്ളത് അത് സിങ്ക് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ജീവകം എച്ച് എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം എച്ച് എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ജീവകം B7 ആണ്. അപ്പോൾ വിറ്റാമിൻസ് കൃത്യമായിട്ട് നോക്കുക. എല്ലാത്തിൻ്റെയും കെമിക്കൽ നെയിംസ്, അതിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, ഇതൊന്നും നോക്കാൻ മറക്കരുത് കേട്ടോ. നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് വിറ്റാമിൻസും അതിന്റെ ഡെഫിഷ്യൻസി ഡിസീസസും. ഓക്കെ, ഇതൊക്കെ ലഭിക്കുന്ന, അതായത് ഫുഡ് ഐറ്റംസ് ഏതാണെന്നും കൂടിയുള്ളത് നോക്കി വയ്ക്കാം. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ വായുവിലൂടെ പകരാത്ത രോഗം ഏതാണ്? ഓപ്ഷൻസ് കോളറ, ക്ഷയം, ഡിഫ്തീരിയ, ഇവയൊന്നുമല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? കോളറ. വായുവിലൂടെ പകരുന്ന രോഗമല്ല കോളറ. എല്ലാവർക്കും അറിയാം, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടർ ആണ്. അടുത്ത ചോദ്യം, വെർണിക്കി എൻസെഫലോപ്പതി. എന്താണ് വെർണിക്കി എൻസെഫലോപ്പതി? ഏത് ജീവകത്തിന്റെ അഭാവം കാരണമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ജീവകം B യുടെ. അടുത്ത ചോദ്യം, എൻഡോർഫിൻ എന്ന പ്രോട്ടീൻ ഏതിന്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ് പ്രമേഹം, രക്തസമ്മർദ്ദം, വൈറൽ രോഗങ്ങൾ, വേദന. കറക്റ്റ് ആൻസർ വേദനയാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കും. അടുത്ത ചോദ്യം, വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഈ ടെസ്റ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് എല്ലാവരും നോക്കി വെക്കണം കേട്ടോ. വൈഡൽ ടെസ്റ്റ് അപ്പോൾ ഏത് രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈഡൈ എന്ന് ഓർത്താൽ മതി കേട്ടോ. ടൈഫോയിഡ് ടെസ്റ്റ് ചെയ്യാനാണ് വൈഡൽ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ളതിന്റെ ഒന്ന് ജസ്റ്റ് വേഗം നോക്കാം. ഡിഫ്തീരിയയുടെ ഷിക് ടെസ്റ്റ് ആണ്. ഓക്കെ, ഷിക് എന്ന് പറയും, ഷിക് ടെസ്റ്റ് കേട്ടോ. ഷിക് ടെസ്റ്റ് ആണ്. ഓക്കെ, ദെൻ ഡെങ്കിപ്പനിയുടെ വരുന്നത് ടൂർണിക്കറ്റ് ആണ്. ഓക്കെ, ടൂർണിക്കറ്റ് ടെസ്റ്റ് ആണ്. പിന്നെ എയ്ഡ്സിന് കുറേയധികം ടെസ്റ്റുകൾ ഉണ്ട് കേട്ടോ. എലൈസ, എല്ലാവരും കേട്ടിട്ടുണ്ടാവും എലൈസ. അതുപോലെ തന്നെ വെസ്റ്റേൺ ബ്ലോട്ട്. ഓക്കെ, വെസ്റ്റേൺ ബ്ലോട്ട്. പിന്നെ PCR, പിന്നെ നേവ ടെസ്റ്റ്. ഇതൊക്കെ എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ടെസ്റ്റുകളാണ്. ഓക്കെ. അടുത്ത ചോദ്യം, താലോലം പദ്ധതി പ്രകാരം എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ധനസഹായം ലഭിക്കുക? ആക്ച്വലി 2010 ജാനുവരി 1 ഈ പറയുന്ന താലോലം പദ്ധതി നിലവിൽ വരുന്നത്. അപ്പോൾ അത് എന്താണ്, വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ, ബ്രിട്ടിൽ ബോൺ രോഗം, അതുപോലെ എന്താണ് സിക്കിൾ സെൽ അനീമിയ, സെറിബ്രൽ പാൾസി, അങ്ങനെയുള്ള ജന്മനായുള്ള വൈകല്യങ്ങൾ, മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ധനസഹായം നൽകുന്നത്. പ്രാഥമിക സഹായമായിട്ട് 50,000 rupees ആണ് ലഭിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു പദ്ധതി കൃത്യമായിട്ട് നോക്കുക. എത്ര വയസ്സിന് മുകളിലാണ് അല്ലെങ്കിൽ താഴെയാണെന്നുള്ളത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നതിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ഇട്ടത് കേട്ടോ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് 2010 ജനുവരി 1 ഈ പദ്ധതി നിലവിൽ വന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കായി കേരളത്തിൽ സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതി ഏതാണ്? ഓപ്ഷൻസ് നോക്കി, ആശ്വാസകിരണം, ആരോഗ്യകിരണം, അഭയകിരണം, ഇവയൊന്നുമല്ല. അപ്പൊ ഈ ഓപ്ഷൻസിൽ തന്നിട്ടുള്ള 3 ഉണ്ടല്ലോ, ഇവയൊന്നുമല്ല എന്ന് ഒഴികെയുള്ള ബാക്കിയുള്ളതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഓപ്ഷൻസിൽ ഇട്ടത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആശ്വാസകിരണമാണ്. ഓക്കെ, ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്കുള്ളൊരു ആശ്വാസമായിട്ടാണ് സർക്കാർ ഈ ഒരു ധനസഹായം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി, ആശ്വാസം കിട്ടുന്നത് ആശ്വാസകിരണം. 600 രൂപ ധനസഹായമാണ് പ്രതിമാസം ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ മുഴുവൻ സമയം പരിചരിക്കാൻ ആൾ വേണമെന്നുള്ള രോഗികൾ, മാനസിക വെല്ലുവിളി നേരിടുന്നവർ, അതുപോലെ 100% അന്ധരായവർ, പ്രായാധിക്യം മൂലം കിടപ്പിലായവർ തുടങ്ങിയവർക്കൊക്കെ എന്താണ്, അവരെയൊക്കെ പരിചരിക്കുന്നവർക്കാണ് സർക്കാർ ഈ ഒരു ധനസഹായം ഉറപ്പാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആശ്വാസകിരണം. അങ്ങനെയാണെങ്കിൽ ആരോഗ്യകിരണം എന്താണ്? ആരോഗ്യകിരണം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കൂ കേട്ടോ. ആരോഗ്യകിരണം എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ള 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ദേശീയ ശിശുജനാരോഗ്യ പദ്ധതിയുടെ കീഴിൽ വരാത്ത അപകടങ്ങൾ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ്. ഓക്കെ, അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ
ദേശീയ ശിശുജനാരോഗ്യ പദ്ധതിയുടെ കീഴിൽ വരാത്ത അപകടങ്ങൾ, ആ ഒരു ലിസ്റ്റിൽ വരാത്ത അപകടങ്ങൾ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണത്. APL BPL വ്യത്യാസമില്ലാതെയാണ് ഇതിനെ പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പദ്ധതിയിലൂടെ മരുന്നുകൾ, പരിശോധനകൾ, ചികിത്സകളൊക്കെ തന്നെയും സർക്കാർ ആശുപത്രികളിൽ നിന്ന് ഫ്രീ ആയിട്ട് ലഭിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. 2022 നവംബർ 1 മുതൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി വഴിയാണ് ആരോഗ്യ കിരണം എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി. അഭയകിരണം എന്ന് പറയുന്നത് ഉപേക്ഷിക്കപ്പെട്ടതും അതുപോലെ തന്നെ ഭവനരഹിതരുമായ വിധവകൾക്ക് സുരക്ഷിതമായതും അതുപോലെ തന്നെ മെച്ചപ്പെട്ടതുമായ ജീവിത സാഹചര്യം നൽകുന്നതിനായി കേരള സാമൂഹ്യ നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് അഭയകിരണം എന്ന് പറയുന്നത്. ഓക്കെ, അഭയം കൊടുക്കുകയാണ് ചെയ്യുന്നത്, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇവർക്ക് സംരക്ഷണവും താമസ സൗകര്യവും നൽകുന്ന അടുത്ത ബന്ധുക്കൾക്ക് 1000 രൂപ മാസം തോറും നൽകും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇതുണ്ടല്ലോ, അതായത് ഉപേക്ഷിക്കപ്പെട്ടതും ഭവനരഹിതരും വിധവകൾക്ക് വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അവർക്ക് സുരക്ഷിതമായതും മെച്ചപ്പെട്ടതുമായ ജീവിത സാഹചര്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവരെ സംരക്ഷിക്കുന്നവർക്ക് താമസ സൗകര്യം നൽകുന്ന അടുത്ത ബന്ധുക്കൾക്ക് 1000 രൂപ മാസം തോറും ധനസഹായമായിട്ട് ലഭിക്കും. അതാണ് അഭയകിരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. ഇവിടെ ആശ്വാസകിരണമാണ്, അത് ആശ്വാസം കൊടുക്കുന്നത് എന്താണ്, ഈ ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്ക്. ആരോഗ്യകിരണം എന്ന് പറയുന്നത് കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെ, അവർക്ക് ആരോഗ്യം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ചികിത്സ ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സംഭവം അല്ലെ. അഭയകിരണം അഭയം കൊടുക്കുന്ന, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പം മാറിപ്പോയി. അടുത്ത ചോദ്യം, വയോരക്ഷ പദ്ധതിയുടെ ഉപഭോക്താക്കൾ ആരൊക്കെയാണെന്നുള്ളതാണ്. ഞാൻ ഡയറക്റ്റ് ആൻസർ തന്നെ പറയാം. ഓക്കെ, വയോരക്ഷാ പദ്ധതിയുടെ ഉപഭോക്താക്കൾ BPL വിഭാഗത്തിൽപ്പെടുന്ന മുതിർന്ന പൗരന്മാരാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. BPL വിഭാഗത്തിൽപ്പെടുന്ന 60 വയസ്സിന് മുകളിലുള്ളവർ. ഓക്കെ, മുതിർന്ന പൗരന്മാർക്കാണ് 60 വയസ്സിന് മുകളിലോ, അങ്ങനെയാണല്ലോ. അപ്പൊ ഇവിടെ ഓപ്ഷൻസിൽ നമുക്കിപ്പോൾ ഇതാണല്ലോ ഏകദേശം ഉള്ളത്. അപ്പോൾ 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കാണ്, BPL വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് എന്താണ് ഈ പറയുന്ന വയോരക്ഷാ പദ്ധതിയുടെ ഉപഭോക്താക്കൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം കേട്ടോ, ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം. ഹൈഡ്രോജന്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പ് ഏതാണ്? നമുക്ക് ഓപ്ഷൻസിൽ എന്തുണ്ട്? ഒബ്വിയസ്ലി ഹൈഡ്രോജന്റെ ഐസോട്ടോപ്പുകളായ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ഒക്കെ ഉണ്ട്. അപ്പൊ ആൻസർ ട്രിഷ്യമാണ്. ഓക്കെ, ദെൻ ഫോട്ടോകോപ്പി യന്ത്രത്തിൽ ഉപയോഗിക്കുന്ന മൂലകം സെലീനിയമാണ്. ഓക്കെ, സെലീനിയം. അടുത്തത്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക് ഏതാണ്? നമുക്കറിയാം ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിൻ ആണ്, അല്ലെ. ഫ്ലൂറിൻ ഹാലോജൻസ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ പെടുന്നതാണ്. അത് ഏത് ബ്ലോക്കാണ്? P ബ്ലോക്കാണ്. അടുത്ത ചോദ്യം സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയാം, അല്ലെ. അൽനിക്കോയിൽ അടങ്ങിയിട്ടുള്ള ലോഹങ്ങൾ ഏതാണ്? ഡയറക്റ്റ് ആൻസർ തന്നെ പറയാം. ഇരുമ്പ്, നിക്കൽ, അലൂമിനിയം, കൊബാൾട്ട്. ഇരുമ്പ്, നിക്കൽ, അലൂമിനിയം, കൊബാൾട്ട്. അതിൽ അൽനിക്കോ എന്നുള്ളതിൽ നമുക്ക് കുറച്ച് കിട്ടും, അല്ലെ. അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ ഉണ്ട് എക്സ്ട്രാ എന്നുള്ളതും കൂടി ഓർത്താൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം, റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജൻ ഏതാണ്? റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജൻ ആണ്. അപ്പൊ തന്നിട്ടുള്ളത് എല്ലാം ഹാലോജൻസ് ആണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അസ്റ്റാറ്റിൻ, ഇതൊക്കെ അറിയാലോ, ഇതെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലോജൻ എന്ന് പറയുന്നത് അസ്റ്റാറ്റിൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ്, വേഗം തന്നെ നോക്കാം. ലെൻസുകളിൽ പ്രയോജനപ്പെടുത്തുന്ന പ്രകാശ പ്രതിഭാസം ഏതാണ്? ലെൻസുകളിൽ പ്രയോജനപ്പെടുത്തുന്ന എന്താണ്? റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം. അടുത്തത്, സയന്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചിലത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സയന്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം മഞ്ഞയാണ്. ചോദ്യം, എക്സ്റേ കടന്നു പോകാത്ത ലോഹമേത്? എക്സ്റേസ് കടന്നു പോകാത്ത ലോഹമേത്? ഓപ്ഷൻസ് അലുമിനിയം, സിങ്ക്, ലെഡ്, ഇവയൊന്നുമല്ല. ആക്ച്വലി ആൻസർ ഏതാണെന്നറിയോ? ലെഡ് ആണ്. അപ്പോൾ എക്സ്റേ കടന്നു പോകാത്ത ലോഹമാണ് ലെഡ്. അടുത്ത ചോദ്യം, ടോർച്ചിലെ റിഫ്ലക്ടറിൽ ഉപയോഗിക്കുന്ന ദർപ്പണം അല്ലെങ്കിൽ ലെൻസ് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് കോൺകേവ് ദർപ്പണമാണ്. അപ്പൊ അതിന്റെ ഒന്ന് നോക്കണം കേട്ടോ. അടുത്ത ചോദ്യം, മനുഷ്യന്റെ ശ്രവണ പരിധി. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ആൻസർ 20 Hz to 20 kHz. ചിലപ്പോൾ നമ്മളോട് 20 Hz to ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക കേട്ടോ. ഇങ്ങനെയാണെങ്കിലും കറക്റ്റ് ആണ്. ഓക്കെ, 20 Hz to 20,000 Hz, അതായത് 20 kHz എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഇത്രയല്ലേ? 20,000 അല്ലേ വരാം, ചിലപ്പോൾ 2,000 എന്നൊക്കെ നമുക്ക് ഇട്ട് തരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ചധികം ചോദ്യങ്ങൾ നോക്കി. കറക്റ്റ് 10 വെച്ചിട്ടുള്ള രീതിയിലാണ് ഞാൻ ഇട്ട് പോയത്. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോയി എന്നുള്ളൂ ചില ചോദ്യങ്ങൾ. ഓക്കെ, അപ്പം ഫസ്റ്റ് സ്റ്റേജ് എഴുതാൻ പോകുന്ന എല്ലാവർക്കും നന്നായിട്ട് തന്നെ എഴുതാൻ പറ്റട്ടെ. ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ കേട്ടോ. ഇതുവരെ കണ്ട ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഓരോ കമൻസും ശ്രദ്ധിക്കുന്നുണ്ട്. വളരെയധികം താങ്ക്സ്. നിങ്ങൾ ഓരോ ഇപ്പോൾ നിങ്ങളുടെ സജഷൻസ് ആണെങ്കിലും എന്താണ് ചില കറക്ഷൻസും ഒക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.